അപ്പോഴേ നമ്മുടെ നാട്ടില് ഒരു കുംഭമേള നടന്നിട്ട് പോയില്ലാറുണ്ടല്ലോ, ഞങ്ങളും ഇന്ന് കുംഭമേളയ്ക്ക് പോവാ. അങ്ങനെ തിരൂര് കഴിഞ്ഞു, എത്താനായിട്ടുണ്ട്. കുംഭമേളയ്ക്ക് വന്നതാണ്. അവിടെ ഒന്നും പാർക്കിംഗ് ഇല്ല, പാർക്കിംഗ് ഗ്രൗണ്ട് ഫുള്ള് ആയിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ കുറച്ച് ദൂരെ കൊണ്ടുപോയി പാർക്ക് ചെയ്യും. ഇവിടെ നിന്ന് അങ്ങോട്ട് നടക്കണം, ഒരു 2 കിലോമീറ്റർ ദൂരം പോകണം. ഇവിടുത്തെ പ്രധാനം എന്താണെന്ന് വെച്ചാൽ സ്നാനം, അതിനാണ് പ്രധാനം. അപ്പം ഇവിടെ വന്ന് സ്നാനം ചെയ്യാം ആർക്കും. പിന്നെ ലേഡീസിന് സ്നാനം ചെയ്ത് കഴിഞ്ഞിരിക്കുകയാണെങ്കിൽ ഡ്രസ്സ് മാറാനൊക്കെയുള്ള സൗകര്യം വിപുലമായിട്ട് അവർ ഒരുക്കിയിട്ടുണ്ട്. അവിടെ നമ്മൾ അനാവശ്യമായിട്ട് പ്ലാസ്റ്റിക് കാര്യങ്ങളൊന്നും അവിടെ കൊണ്ടുപോയി ഇടരുത്. എല്ലാം അപ്പം ക്ലീനാക്കി കൊണ്ടിരിക്കുന്നതാണ്. ഞങ്ങൾ രാവിലെയാണ് പോയിരുന്നത്, വൈകിട്ടാണ് ആരതിയും കാര്യങ്ങളൊക്കെ. ആ സമയത്തേക്കാണ് ജനങ്ങൾ അവിടെ തിങ്ങിക്കൂടുന്നത്. ഞങ്ങൾ പോയപ്പം ആളുകൾ കുറവാണ്. പക്ഷേ ത്രിമൂർത്തി സംഗമത്തിൽ 3 അമ്പലത്തിലും തൊഴാൻ വേണ്ടി ആളുകൾ ഈ പാലത്തിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പം പാലത്തിലൂടെ കടക്കണമെങ്കിൽ കുറച്ച് നേരം ക്യൂ നിൽക്കണം. കാരണം ഒരുപാട് ആളുകളെയൊന്നും ഒരുമിച്ച് ഇതിൽ കയറ്റി വിടില്ല. കുറച്ച് ആളുകൾ വെച്ചിട്ടാണ് അങ്ങോട്ടും ഇങ്ങോട്ടും കടത്തി വിടുന്നത്. അപ്പം ഇതാണ് ഞങ്ങളുടെ കുംഭമേളയ്ക്ക് പോയ അനുഭവങ്ങളൊക്കെ. ഓക്കെ, താങ്ക് യു.